ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഡാർക്ക് ചോക്ലേറ്റ് എങ്ങനെ ഉണ്ടാക്കാമെന്നാണ്. നമ്മൾ വീട്ടിൽ തന്നെ നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു 3/4 കപ്പ് കോക്കോ പൗഡർ എടുത്തു. പിന്നെ നമ്മളതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് പാൽപ്പൊടിയാണ്. അപ്പോൾ പാൽപ്പൊടി ഞാൻ 1/2 കപ്പ് നല്ലോണം കൂമ്പിച്ചെടുത്തുകയായിരുന്നു. പിന്നെ എന്നിട്ട് നമ്മൾ ഇതൊന്ന് നല്ലോണം ഒന്ന് അരിച്ചെടുക്കുക. അതൊന്ന് മിക്സായി കിട്ടാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ അരിച്ചെടുത്തേക്ക് നമുക്ക് പൊടിച്ച പഞ്ചസാര ചേർത്ത് കൊടുക്കുക. പഞ്ചസാര 1 കപ്പാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് അതൊന്ന് നല്ലോണം ഒന്ന് മിക്സാക്കുക. ഇനി നമുക്കിത് ഡബിൾ ബോയിൽ ചെയ്തെടുക്കാൻ വേണ്ടത്. അതിന് വെള്ളം തിളക്കുമ്പോൾ അതിൻ്റെ മേലേക്ക് ഇതുപോലത്തെ ഒരു ഗ്ലാസിൻ്റെ പാത്രം വെക്കുക. എന്നിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഒരു 3/4 കപ്പ് വെളിച്ചെണ്ണയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് നമ്മൾ ആദ്യം മാറ്റി വെച്ചില്ല അരിച്ചിട്ട് ആ പൊടിയൊക്കെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. നമ്മൾ പഞ്ചസാര നല്ലോണം പൊടിച്ചിട്ട് ഇടാൻ ശ്രദ്ധിക്കുക. എന്നിട്ട് നമ്മൾ ഇനി ഇതൊന്ന് ഇളക്കി കൊടുത്ത് നമ്മൾ പഞ്ചസാര ഉരുക്കി വന്നാൽ നമ്മുടെ ചോക്ലേറ്റ് റെഡിയായി. പഞ്ചസാരയൊക്കെ ഉരുക്കി വന്നാൽ നമ്മളെ ചോക്ലേറ്റൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് സെറ്റ് ചെയ്യാം. ഞാൻ ചോക്ലേറ്റ് സെറ്റാക്കാൻ വേണ്ടി എടുത്തിട്ടുള്ളത് ഒരു വട്ടം ചോക്ലേറ്റ് വാങ്ങിയപ്പോൾ കിട്ടിയൊരു ബോക്സാണ്, ചതുരത്തിലുള്ള ഒരു ബോക്സാണ്. അപ്പോൾ അതിലേക്ക് തന്നെയാണ് സെറ്റാക്കി എടുക്കുന്നത്. പിന്നെ നമ്മളിതൊരു 2 മണിക്കൂറൊക്കെ ഫ്രിഡ്ജിൽ വെച്ചിട്ട് എടുത്തതാണ്. അപ്പോൾ അത് സെറ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതുമേ ഈ ഡിസൈൻ കാണുന്നത് ഞാൻ ആ പാത്രത്തിൽ പറഞ്ഞപ്പോൾ അതിന് ചെറുതായിട്ട് ഡിസൈൻ ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ്. പിന്നെ ഞാനത് കട്ട് ചെയ്തെടുത്തു. അപ്പോൾ സൂപ്പറായിട്ട് വന്നിട്ടുണ്ടായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. പിന്നെ ചോക്ലേറ്റ് വെച്ചിട്ട് ഒരു ബെന്ന് ഉണ്ടാക്കിയതായിരുന്നു. അപ്പോൾ ഞാനിതിൻ്റെ വീഡിയോ ഒക്കെ ഇടണ്ട്. ഇവിടെ ഇപ്പോൾ നല്ല ചൂടാണ്, അതുകൊണ്ട് ഞാൻ ചോക്ലേറ്റിൻ്റെ ഫോട്ടോ വീഡിയോ ഒക്കെ എടുത്ത് കഴിഞ്ഞപ്പോഴത്തേക്കും ചോക്ലേറ്റ് ഇങ്ങനെ ഉരുക്കി തുടങ്ങിയെന്ന്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്ന് കരുതണു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്.